ഷോർട്ട് ഫിലിം ഒക്കെ ഞാൻ 2 കൊല്ലം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവിനെക്കാട്ട് കൂടുതൽ എന്തായാലും പോസിറ്റീവായിരുന്നു. ഞാൻ 1.5 വയസ്സിൽ കൊണ്ടുവന്ന് വളർത്തിയതാണ്. ഇതുവരെയായിട്ട് അമ്മയുടെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ. എൻ്റെ ഐഡൻറ്റിറ്റി ഫസ്റ്റ് പറയണത് എൻ്റെ ചേച്ചിമാരുടെ അടുത്തൊക്കെയാണ്. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി സ്വന്തം ചേട്ടൻ്റെ കല്യാണമായിരുന്നു, അതിന് പോലും വിളിക്കാത്ത ലെവലിൽ നമ്മളെ ഒന്നിനും പങ്കെടുപ്പിക്കത്തില്ലായിരുന്നു. BJP-യിലോട്ട് പോകാനല്ല, ഞാൻ പണ്ട് തൊട്ടേ RSS അതിലൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ തന്നെയായാലും ഓരോരുത്തർ ചേച്ചി ചിമ്മിട്ട് ചേച്ചി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവിടെ സ്വയം നമ്മൾ ട്രാൻസ് ആണെന്ന് നമ്മളല്ലേ പറയുന്നത്. അതൊരു ഡോക്ടറിൻ്റെ മുമ്പിലൊക്കെ പോയി അങ്ങനെയൊക്കെ കാണിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് തന്നെയാണ്. പറഞ്ഞ് വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ അവർക്ക് ഉന്നതങ്ങളിൽ എത്താം. പല സെക്സ് വർക്ക് വരെ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടും ട്രാൻസ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പൊയ്ക്കൂടാന്നില്ല, വിളക്കെടുക്കണമെന്നില്ല. ആ ഒരു രസീത് വാങ്ങി 100 രൂപ കൊടുത്താൽ അവിടെ പ്രശ്നം ചെയ്യും. 2 ദിവസമാണ് ട്രാൻസിൻ്റെ OP ഉള്ളത്. ബാക്കി ദിവസങ്ങളിലും ട്രാൻസിന് അസുഖങ്ങൾ വരും. ഇഷ്ടത്തോടെ ഒരിക്കലും നമ്മൾ ട്രാൻസ് ആയിട്ടുള്ള ഒരാൾ ഇഷ്ടത്തോടെ ഒരിക്കലും ഒരു വിവാഹത്തിലോട്ട് പോവില്ല. ഉണ്ട്, എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്. എനിക്കാണ് പ്രണയം തോന്നിയത്. ഫസ്റ്റ് പ്രണയം തോന്നി പുള്ളിക്കാരനോട് പറഞ്ഞു. പുള്ളിക്കാരൻ ആദ്യമൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം അവൻ്റെ കല്യാണം കൂടാൻ പറ്റാത്തതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സങ്കടം. നമ്മൾ കൂടെ നിൽക്കുന്നവരെ തന്നെ ആയിരിക്കും നമ്മുടെ ശത്രു. ഹായ്, ഹലോ, വോയിസ് ഓഫ് കേരളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നെഗറ്റീവുകളെ പോസിറ്റീവായി എടുക്കുന്ന ട്രാൻസ്ജെൻഡർ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമസ്കാരം, ഞാൻ ഉണ്ണിമായ. എൻ്റെ സ്വദേശം കൊല്ലമാണ്, കൊല്ലം ശക്തികുളങ്ങരയാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ ബ്ലോഗൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഉണ്ട്. ഈ അടുത്ത് സിനിമയിൽ അഭിനയിച്ചതായിട്ട് നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിലൊക്കെ ഒരു ചാൻസ് കിട്ടിയത്? അത് നമ്മുടെ കൊറ്റംകുളങ്ങര ഓഡിഷൻ വഴിയായിരുന്നു? അല്ല, ഓഡിഷൻ വഴിയല്ല, കൊറ്റംകുളങ്ങര വിളക്കെടുപ്പുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടുത്തെ ഒരു സാറുമായിട്ട് കണ്ടു, അങ്ങനെ സംസാരിച്ചു, അങ്ങനെ കിട്ടിയതായിരുന്നു. ഇതിനു മുമ്പും അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടോ? അതിന് മുമ്പേ അഭിനയിച്ചിട്ടില്ല. ഇസേത്തണ്ടർ എന്ന് പറഞ്ഞ പേജിൽ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഞാൻ 2 കൊല്ലം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറലായിരുന്നു, ഭയങ്കര വൈറലായിരുന്നു. ഇസേത്തണ്ടർ പേജ് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നതും. മഹേഷ് അച്ചു എന്ന് പറയുന്ന ആ ചേട്ടനാണ് എന്നെ ആദ്യമേ വിളിച്ച് ഇങ്ങനത്തെ ഒരു വൈറൽ ഷൂട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ വഴി ആ ഷൂട്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് വൈറലായി. പിന്നെ മിക്ക ഇതിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ആയതുകൊണ്ട് മിക്ക ഷോർട്ട് ഫിലിമും ഞാൻ ഒഴിവാക്കിയായിരുന്നു. ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആദ്യം വിചാരിച്ച് നെഗറ്റീവ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്, പക്ഷേ നെഗറ്റീവിനെക്കാട്ട് കൂടുതൽ എന്തായാലും പോസിറ്റീവായിരുന്നു ഞാൻ തോന്നുന്നത്. എന്നാൽ നെഗറ്റീവും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നാട്ടുകാർ അങ്ങനെ സോഷ്യൽ മീഡിയ ഫുള്ള് ചില പേജുകളൊക്കെ ഭയങ്കരമായിട്ട് ബാഡ് കമൻറ്റും കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ കുറേ പേര് സപ്പോർട്ടായിട്ടും വന്നിട്ടുണ്ട്. മുമ്പത്തേക്കാളും ഒരുപാട് സപ്പോർട്ട് ഇപ്പം മുമ്പത്തേക്കാട്ട് നല്ല സപ്പോർട്ടായിട്ട് കുറേ പേര് വരുന്നുണ്ട്. ഇപ്പം എവിടെയെങ്കിലും പോയാൽ കുറേ പേര് വരുന്നുണ്ട്, ബ്ലോഗ് ചെയ്യുന്നതിലെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഫാമിലീസ് എല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ എന്താണ് ഉണ്ണിമായുടെ ഉള്ളിലുള്ള ഒരു സത്യത്തിൽ നല്ല സന്തോഷമുണ്ട്. ആൾക്കാർ നമ്മൾ ഇത്രയും ചേർത്ത് പിടിക്കുന്നു ഉണ്ടെന്ന്. നമ്മൾ കണ്ടായിരുന്നു BJP-യിലേക്ക് അംഗത്വം എടുത്തു എന്നുള്ള സംഭവം. എന്താണ് അപ്പോൾ BJP-ക്ക് പോകാണ്ടായ കാരണം? BJP-യിലോട്ട് പോകാനല്ല, ഞാൻ പണ്ട് തൊട്ടേ RSS അതിലൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞ് അപ്പം അപ്പോഴും BJP-യിലോട്ട് തന്നെ ചേരണമെന്ന്. അവരെല്ലാവരും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്തായിരുന്നു? അതെ, സപ്പോർട്ടായിരുന്നല്ലേ? സപ്പോർട്ടായിരുന്നു. അപ്പം ഇനി ഇലക്ഷൻ നിൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്? ഇലക്ഷൻ എങ്ങനെ നിൽക്കാനൊന്നും താല്പര്യമില്ല, പ്രവർത്തിക്കാം. മുമ്പോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പ്രചോദനമായിരിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? പോവാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ അടുത്ത് ട്രാൻസ്ജെൻഡർ ബില്ല് പാസ്സായ ഒരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് വിമർശനങ്ങളൊക്കെ ഇട്ടൊക്കെ വന്നായിരുന്നു. അതായത് ട്രാൻസ്ജെൻഡർ തന്നെ 2 വിഭാഗമായിട്ട് തിരിഞ്ഞ് ഒരു പേര് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, ഒരു പേര് ആ ഒരു ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കും കണ്ടു. അതിനെക്കുറിച്ച് എന്താണ് ഉണ്ണിമായ്ക്ക് പറയാനുള്ളത്? അല്ല, ഒരു ഭാഗത്തോടെ നോക്കിയാൽ ഭയങ്കര ബാഡ് തന്നെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ സ്വയം നമ്മൾ ട്രാൻസ് ആണെന്ന് നമ്മളല്ലേ പറയുന്നത്. അതൊരു ഡോക്ടറിൻ്റെ മുമ്പിലൊക്കെ പോയി അങ്ങനെയൊക്കെ കാണിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഒരു വശം ചിന്തിച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ് എന്ന് വിചാരിച്ചാൽ കുറേ പേര് ട്രാൻസ് ID കാർഡ് എടുത്തിട്ട് ചുമ്മാ ട്രാൻസ് അല്ലാത്തവരും ട്രാൻസ് ആണെന്നും പറഞ്ഞ് കുറേ അതിനെ ബേസ് ചെയ്താണ് ഇത്. അതുകൊണ്ടാണ് ഈ 2 വിഭാഗം ഇങ്ങനെ നിൽക്കുന്നത്. ഉണ്ണിമായുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? എന്താ പറയാലോ, ഞാൻ ഫസ്റ്റ് കമ്മ്യൂണിറ്റി
ഇത് എനിക്ക് വീഡിയോസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ വൈറൽ വീഡിയോ ചെയ്തതിന് ശേഷമാണ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം. ഞാൻ നോർമലി പറഞ്ഞു എൻ്റെ ഉള്ളിലൊരു സ്ത്രീ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ ഷൂട്ട് വന്നപ്പോൾ അത് ചെയ്യാൻ കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞത് എൻ്റെ ചേച്ചിമാരുടെ അടുത്തായിരുന്നു. എൻ്റെ ഐഡൻറ്റിറ്റി ഫസ്റ്റ് പറയണത് എൻ്റെ ചേച്ചിമാരുടെ അടുത്തൊക്കെയാണ്, ചേട്ടനോടാണ്. അപ്പോൾ അവരാരും ആദ്യമേ അംഗീകരിച്ചില്ല. അങ്ങനെ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ വേറൊരിടത്ത് നിന്നിട്ടാണ് വിളിച്ച് പറഞ്ഞത്, ജോലി സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു. പിന്നെ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ കല്യാണമായിരുന്നു, അതിന് പോലും വിളിക്കാത്ത ലെവലിൽ നമ്മളെ ഒന്നിനും പങ്കെടുപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര നിരാശയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീട്ടുകാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഓക്കെ ആയപ്പം ആദ്യം എന്നെ വിളിക്കുന്നത് തന്നെ അച്ഛനും അമ്മയാണ്. വീട്ടിലോട്ട് കയറി വാ എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ പെണ്ണായിട്ട് തന്നെ കയറി ചെയ്യുന്നു. പിന്നെ ചേട്ടൻ ചേട്ടത്തി എല്ലാവരും വിളിച്ചു. ചേട്ടന് ഫസ്റ്റ് കുഞ്ഞുവാവ ആയപ്പോൾ ആദ്യമേ വിളിച്ചു പറയുന്നത് എൻ്റെ അടുത്താണ്, നീ കാണാൻ വരണം. അങ്ങനെയൊക്കെ നല്ല അനുഭവമായിരുന്നു. വ്ളോഗിൽ തുടങ്ങിയതിന് ശേഷമാണ് വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തത്? ഞാൻ പണ്ടും ഇത് കണക്ക് ചെയ്യുമായിരുന്നു, മുമ്പേയും ചെയ്യുമായിരുന്നു. പിന്നെ ഇതിലോട്ട് വന്ന് കുറച്ചും കൂടെ ഇതായപ്പോഴത്തേക്ക് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് വീട്ടുകാരും ഓക്കെ ആയി. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ ഉള്ള വീട്ടുകാരുടെ ആ ഒരു അവസ്ഥ എന്താണ്? അത് കുറേ അവർക്ക് സങ്കടമുണ്ട്. നോർമലി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ആദ്യമൊക്കെ അച്ഛനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പുറത്ത് പോകുമ്പോൾ അച്ഛൻ്റെയൊക്കെ കൂട്ടുകാരായാലും ചേട്ടൻ്റെ കൂട്ടുകാരായാലും ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ പിന്നെ നോർമലി കുഴപ്പമില്ല. വീട്ടുകാർ നല്ലൊരു സപ്പോർട്ടാണ്. നെഗറ്റീവിനെക്കാട്ടും നല്ല രീതി ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ തന്നെയായാലും ഓരോരുത്തർ വന്ന് പരിചയപ്പെട്ട് ബ്ലോഗ് ചെയ്യുന്നതല്ലേ, ചേച്ചി ചിമിട്ട് ചേച്ചി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ വീട്ടുകാർക്കായാലും അറിയുന്നുണ്ട്, നല്ലൊരു ഇതാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ചിമിട്ട് പെൺപിള്ളേരെന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിന്റെ മെയിൻ ലീഡർ ആരാ? ഉണ്ണിമായ തന്നെയാണ്. അതെ, ഉണ്ണിമായ തന്നെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണ് അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ടായത്? ഇത് നമ്മളൊരു ഫാമിലി പോലെയാണ്. ഞങ്ങൾ കസിൻസ്, ഇപ്പം ഗോപിക, സിയോണ, സനിക, അരുണിമ, ഞങ്ങൾ ഇത്രയും കൂടെ ഉള്ള ഒരിതാണ്. ഒരു കസിൻസ്, ഒരു ഫാമിലി വീട് ഉണ്ട്. ഞങ്ങളുടെ അംഗീകരിച്ചൊരു കമ്മ്യൂണിറ്റി വീടുണ്ട്. അപ്പോൾ അതിലെ ഞങ്ങളെല്ലാവരും കസിൻസാണ്. അങ്ങനെ വന്നതാണ്. എങ്ങനെയാണ് അപ്പോൾ പരിചയപ്പെടുന്നത്? നമ്മളെല്ലാം ഇതേ കണക്ക് ഐഡൻറ്റിറ്റി പറഞ്ഞ് നമുക്കൊരു വീട് ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റിയിലൊരു വീട് ഉണ്ട്. ആ വീട്ടിൽ വെച്ചാണ് ഓരോരുത്തരായിട്ട് വന്ന് നമ്മൾ ഫുള്ള് സഹോദരങ്ങൾ. അതിൽ നമ്മളിപ്പം നമ്മുടെ സ്വന്തം ഫാമിലി പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അച്ഛൻ അമ്മ ഫാമിലി സിസ്റ്റർമാർ അതേപോലെ ഉണ്ട്. അതിലെ ഞങ്ങൾ 5 പേരാണ് സിസ്റ്റർമാർ. അങ്ങനെ വന്നതാണ്. അതിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്, എല്ലാവരും കൂടെ ഉള്ളൊരു സ്റ്റോറി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത് ഉണ്ണിമായ ഒരു AI വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി നല്ല രീതിക്ക് റീച്ചും സപ്പോർട്ടും കണ്ടായിരുന്നു. അതിന് താഴെ കമന്റ്സിൽ നെഗറ്റീവ്സ് പറയുന്നവർക്ക് വിമർശിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇത്രയും ഒരു ഇത് വന്നപ്പോൾ എന്താണ് തോന്നിയത്? നല്ല ഇതാണ്, സന്തോഷമുണ്ട്. എന്ന് വിചാരിച്ചാൽ എപ്പോഴും നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ മെയിൻസ് അത് ചെയ്തതെന്ന് വിചാരിച്ചാൽ വീട്ടുകാരെപ്പോഴും അംഗീകരിച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് എല്ലാവരും ചെയ്യുന്ന. വീട്ടുകാരെ ഇറക്കി വിടുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം, നമ്മൾ കഷ്ടത. പക്ഷേ ഒരു വീട്ടുകാർ നമ്മൾ ഐഡൻറ്റിറ്റി പറഞ്ഞ് വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ അവർക്ക് ഉന്നതങ്ങളിൽ എത്താം. ഇത്രയും കഷ്ടപ്പെടേണ്ട വരത്തില്ല. വീട്ടുകാർ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം ആയാലും ജോലി ആയാലും വിവാഹം ആയാലും എല്ലാം നമ്മൾ നോർമൽ ഒരു കൊച്ചിനെ വളർത്തുന്ന പോലെ തന്നെ വളർത്തിപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴാണ് ഈ കഷ്ടത. റോഡിൽ ഇപ്പം ഫുഡിന് വേണ്ടി റോഡിൽ കിടക്കേണ്ടി വരും. പല സെക്സ് വർക്ക് വരെ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടും നമ്മുടെ ഡ്രീം എന്താണോ അതുപോലും നമ്മൾ മാറ്റി വെക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ വീട്ടുകാർ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഒരു മോളെ പോലെ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരിക്കലും സെക്സ് വർക്കിന് ഇറങ്ങേണ്ടയോ ഒന്നിനും വരത്തില്ല. വീട്ടുകാർ ചേർത്ത് പിടിച്ചാൽ വിദ്യാഭ്യാസവും നമ്മൾ നടന്നു പോകും. അതിനകത്ത് നമ്മൾ എന്താഗ്രഹിക്കുന്ന ജോലി, സർജറി എല്ലാം നടന്ന് കല്യാണം, ഒരു വിവാഹ ജീവിതം എല്ലാം ഒക്കെ ആയിട്ട് പോകും. അവരും എല്ലാവരെയും പോലെ ഈക്വാലിറ്റി അർഹിക്കുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതേ ഒരു ഭയങ്കര ട്രോമയിൽ കൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്, പുറത്തേക്ക് വരാനായിട്ട് പറ്റാത്ത ആൾക്കാർ. അങ്ങനെയുള്ളവരോടൊക്കെ ഉണ്ണിമായ്ക്ക് എന്താ പറയാനുള്ളത്? കൂടുതലും ഞാൻ പറയുന്നത് വിചാരിച്ചാൽ നമ്മൾ ഇപ്പം എന്താണോ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി വിദ്യാഭ്യാസം നമ്മൾ പൂർത്തിയാക്കിയിട്ട് ഐഡൻറ്റിറ്റി പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ടാകുമ്പോൾ നമുക്ക് ആരും ഇതാക്കേണ്ടി വരത്തില്ല. സ്വന്തം കാലിൽ നിന്ന് ഫണ്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ ഐഡൻറ്റിറ്റി പറഞ്ഞിറങ്ങുമ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് പോസിബിൾ ആകുമോ? കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു ഇത് കിടക്കുമ്പോൾ പറ്റില്ല. പക്ഷേ അല്ലെങ്കിൽ അത് പറ്റത്തില്ല എന്തായാലും നോർമലി. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചാൽ അവർ ഒരിതായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. ഫിനാൻഷ്യലി ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതായിരിക്കും
ഇച്ചിരി കൂടെ നല്ലത്. ഇപ്പൊ കറന്റ്ലി കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സിന് നെഗറ്റീവ് വരുന്നത് ജാസിയൊക്കെ പോലുള്ള ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആൾക്ക് നല്ല രീതിക്ക് നെഗറ്റീവും കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ആള് കുറെ നാള് പുരുഷനായി ജീവിച്ചു, പെട്ടെന്നാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് ഉണ്ണിമായുടെ അഭിപ്രായം എന്താണ്? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. ചിലപ്പോൾ പല സാഹചര്യങ്ങളും കൊണ്ടായിരിക്കും ജാസിക്ക് ആ സമയത്ത് പറയാൻ പറ്റായിരുന്നത്. അത് ജാസിയുടെ കുറ്റമല്ല. ജാസി വിവാഹം കഴിച്ച ഒരാളല്ലേ? പക്ഷെ അതും വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം മിക്കവരും കെട്ടാറുണ്ട്. വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം മിക്കവരും അങ്ങനെ ഉണ്ടായതായിരിക്കും. അല്ലാതെ ഇഷ്ടത്തോടെ ഒരിക്കലും നമ്മൾ ട്രാൻസ് ആയിട്ടുള്ള ഒരാൾ ഇഷ്ടത്തോടെ ഒരിക്കലും ഒരു വിവാഹത്തിലോട്ട് പോവില്ല. അത് അവരുടെ വീട്ടുകാരുടെ എന്തെങ്കിലും കാരണം കൊണ്ട് ആയിരിക്കും ജാസി കെട്ടാൻ കാരണം. അല്ലാതെ ജാസി കുറ്റം പറയാനായിട്ട് പറ്റില്ല. കൊച്ചംകുളങ്ങരയില് വിളക്കിന് പോകുന്ന സമയത്ത് അവിടെ സ്ത്രീവേഷത്തിൽ വരുന്ന പുരുഷന്മാർ തന്നെ പറഞ്ഞ സംഭവമാണ്, എന്തിനാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ വരുന്നത്, ഇത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമല്ലേ. അതിനെതിരെ ഉണ്ണിമായ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ ട്രാൻസ് ആയ ആരും അവിടെ വിളക്കെടുക്കാറില്ല. നമ്മൾ അതിന് മുമ്പേ വന്ന് വിളക്കെടുത്തൊരു അമ്പലമാണ്. അപ്പം നമുക്ക് തൊഴാലോ. നമ്മളെ ആഗ്രഹം സാധിച്ച് തന്ന ദൈവി ആയതുകൊണ്ടാണ് നമ്മൾ കൊറ്റത്ത് പോയി വിളക്ക് എടുക്കാതെ ആയാലും തൊഴുന്നത്. ട്രാൻസ് ആയി കഴിഞ്ഞാൽ ആരും തന്നെ അവിടെ വിളക്കെടുക്കില്ല. നമ്മൾ നോർമലി ഒരു നിലവിളക്കായിരിക്കും കത്തിച്ച് ദേവിക്ക് കൊടുക്കുന്നത്. നമ്മുടെ ആഗ്രഹം സാധിച്ചത് നമ്മൾ ആണായിട്ടിരുന്ന സമയത്ത് ഫുള്ള് ദേവിയുടെ അവിടെ പോയി വിളക്കെടുത്തവരാണ്. അപ്പോൾ ട്രാൻസ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പൊയ്ക്കൂടാന്നില്ലല്ലോ. ആ ഒരു ഉത്സവം വരുമ്പോൾ നമുക്ക് പോകാം. ഞാൻ നോർമലി ഉത്സവത്തിനും അല്ലാതെയും പോകുന്നത്. ഞാൻ കൊല്ലക്കാരി ആയതുകൊണ്ട് ഇടയ്ക്ക് അല്ലാതെയും പോകാറുണ്ട് അമ്പലത്തിൽ. കമ്മിറ്റിക്കാർ തന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം. കമ്മിറ്റിക്കാർ ഈ കൊല്ലം എന്നല്ല, കഴിഞ്ഞ കൊല്ലം ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വരെ വന്ന് ചോദിച്ചു, എന്താണ് നമ്മൾ വിളക്കെടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു ഉത്സവം ആയി കഴിഞ്ഞാൽ അമ്പലത്തിൽ വന്നുകൂടെ. അവർക്ക് കുറെ പിരു എന്ന് മാത്രമുള്ള അതിനുവേണ്ടി മാത്രമാണ്, അല്ലാതെ വിളക്കെടുക്കണമെന്നില്ല. ആ ഒരു രസീത് വാങ്ങി 100 രൂപ കൊടുത്താൽ അവിടെ പ്രശ്നം തീരും. പക്ഷെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വിളക്കെടുക്കാനല്ല വന്നത്. നമ്മൾ ആ ഉത്സവം കണ്ട് അമ്മയെ കണ്ട് തൊഴാൻ വേണ്ടിയാണ് വരുന്നത്. ഈ കൊല്ലം ഭയങ്കര പ്രശ്നമായിരുന്നു കമ്മിറ്റിക്കാർ ഫുള്ള്. പക്ഷെ വിളക്കെടുക്കുന്ന, അതായത് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ തന്നെ വിളക്കെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വിളക്ക് അങ്ങനെ അവർ എടുക്കുമെന്ന് തോന്നില്ല. സർജറി കഴിഞ്ഞ ആരും വിളക്കെടുക്കില്ല. സർജറി കഴിയാത്തവരായിരിക്കും വിളക്കെടുക്കണം. സർജറി കഴിഞ്ഞാൽ അവിടെ വിളക്ക് എടുത്തോളൂ. ഒരു സ്ത്രീ ആയല്ലോ. ബിഗ് ബോസിലേക്ക് എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടായിരുന്നോ ഈ വർഷം? ഇല്ല, വന്നിട്ടില്ല. ഇനി പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഭാവിയിൽ? വിളി വന്നാൽ തീർച്ചയായിട്ടും പോകും. പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന കണ്ടന്റ് എങ്ങനെയായിരിക്കും? ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് തന്നെ കമ്മ്യൂണിറ്റിയെ പ്രതിനിധിച്ച് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. കുറേ പേർക്ക് ഇപ്പോഴും കമ്മ്യൂണിറ്റി അംഗീകരിക്കാത്ത കുറേ പേരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ജാൻമണിയുടെ ഒക്കെ സീസണിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കൂടുതലും നല്ല രീതിക്ക് ശാപവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ തന്നെ ഒരു നെഗറ്റീവ് ആക്കുന്ന രീതിക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള കണ്ടന്റ് ഒന്നും കാണത്തില്ല. നോർമലി നമ്മൾ നിങ്ങളെ പോലെ തന്നെ ഉള്ളവരാണ്. നമ്മളെ വേർതിരിച്ച് കാണുന്ന നിങ്ങളെ പോലുള്ള കാഴ്ചപ്പാടാണ്. നമ്മളും വേറെ ആണെന്ന് ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ BJP-യിലൊക്കെ അംഗത്വം എടുത്തതുകൊണ്ട് സ്ഥിതിക്ക് അവർ MLA-ക്ക് വേണ്ടിയിട്ടൊരു സ്ഥാനം ഓഫർ ചെയ്തു. ജയിച്ചു MLA ആയി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു നാട്ടിൽ വരുത്താൻ പോകും? ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒരുപാട് ട്രോമ അനുഭവിച്ചു വന്ന ഒരാളാണ്. നമ്മൾ ട്രാൻസിന് ഒരുപാട് എന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വിചാരിച്ചാൽ ട്രാൻസിന് ഒരു ഷെഡ്യൂൾ, വീട്. ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വീടെന്ന് പറയുന്നത് ആണ് മെയിനായിട്ട് വേണ്ടത്. അത് ഇപ്പോൾ ഒരു സർക്കാരായാലും ഇപ്പം അങ്ങോട്ട് കൂടുതൽ കിട്ടുന്നില്ല. വീടുകൾ അങ്ങനെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നത് കുറവാണ്. അപ്പോൾ അതിന് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ചെയ്യാം, ആ ഒരു രീതിയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ആശുപത്രികളിലായാലും ഹോസ്പിറ്റലിൽ ട്രാൻസിന് വേണ്ടി ഇപ്പം ഡിസ്ട്രിക്റ്റിൽ തന്നെ ചെന്ന 2 ദിവസമാണ് ട്രാൻസിൻ്റെ OP ഉള്ളത്. ബാക്കി ദിവസങ്ങളിലും ട്രാൻസിന് അസുഖങ്ങൾ വരും. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസത്തേക്കും ആക്കാനും, ഇപ്പം നമ്മുടെ ഹോർമോണിൻ്റെ കാര്യങ്ങളായാലും നമ്മൾ നോക്കുന്നതും എടുക്കുന്നതും കോട്ടയം എറണാകുളമാണ് എല്ലാ ജില്ലയിൽ നിന്നും വരുന്നത്. അപ്പോൾ അത് മാക്സിമം എല്ലാ ജില്ലാ ഹോസ്പിറ്റലുകളും അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഹോർമോൺ വിതരണങ്ങളും ഒക്കെ കൊടുക്കും. ഇപ്പം NDA സ്ഥാനാർത്ഥി കൂടുതലും ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ ബിഗ് ബോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒരു പുരോഗമനമായിരിക്കും ഉണ്ണിമായ പ്രതീക്ഷിക്കുന്നത്? അവർ നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അവർ സമൂഹത്തൊക്കെ നിന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസ് ആയാലും കാര്യങ്ങളായാലും, സെലിബ്രിറ്റീസ് മാറ്റി നിർത്തിയ അവരും സാധാരണക്കാരാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും അവർക്ക് വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയും ഒക്കെ ചെയ്യും തീർച്ചയായും. ഇപ്പോൾ അതിൽ തന്നെ UDF-കാർ പറഞ്ഞത് നമ്മുടെ KSRTC-യിൽ സ്ത്രീകൾക്ക് 100%
ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളൊരു സംഭവമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ശരിക്കും പോസിബിൾ ആകുമോ? പോസിബിൾ ആവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിനെപ്പറ്റി കറക്റ്റ്. ഇതേ കൺസിഡറേഷൻ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുമോ? അത് അറിയില്ല. സ്ത്രീകളെന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ട്രാൻസിനും കൂടെ ആണെങ്കിൽ ഓക്കെയാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും കൂടെ അവരും സ്ത്രീകളാണ്. അവർക്ക് ഇതേപോലെ ബസ്സിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അവർക്കും ഫ്രീ ഇതായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നടക്കട്ടെ. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ആരാണ്? എനിക്ക് റോൾ മോഡലാക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയത് ആരെയാണ്? സീറ്റി മമ്മി. എന്തുകൊണ്ടാണ്? പുള്ളിക്കാരി നല്ല ഇതാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ചാനലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ലെവലിൽ എനിക്ക് കൂടുതലും തോന്നിയ അത് തന്നെ, ഒരു സ്വന്തം കാലിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, എടുക്കുന്നു. ആ ഒരു രീതി. സൂര്യ ഇഷാനൊക്കെ. സൂര്യ മമ്മിയെ ഇഷ്ടമാണ്. പിന്നെ ആരാ, ദീപ്തി ചേച്ചി, ദീപ്തി മമ്മി, അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടോട്ടേ ഇവരുടെയൊക്കെ ഫാനാണ്. കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? പേഴ്സണലി ഇല്ലെങ്കിലും കാണുമ്പോൾ നല്ല കോണ്ടാക്ട് ഉണ്ട്. സിനിമ കണ്ടിരുന്നു അവരൊക്കെ? അവർ കണ്ടു, എനിക്കറിയില്ല. എന്നാലും സീറ്റി മമ്മിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. സീറ്റി മമ്മിയും ഞാനുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എവിടെ പോലും. ഉണ്ണിമായ്ക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് സോൺ ആയിട്ട് തോന്നുന്നത് ആരോടാണ്? ഏറ്റവും കൂടുതൽ ഞാൻ കംഫർട്ടാണ് എന്ന് തോന്നുന്ന ആരോടാണ്? അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഈ സഹോദരിമാരില്ലേ, അവരോടാണ് ഞാൻ ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കുന്ന സമയം. ഞങ്ങൾ 5 പേരെ ഉള്ളപ്പോൾ ഞാൻ നല്ല റിലാക്സ് ആണ്, ഹാപ്പിയാണ്, പിന്നെ ഓക്കെ ആയിട്ടിരിക്കും. പിന്നെ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഒരു മാരേജിന്റെ, അന്ന് ഇത് ചെയ്തപ്പോൾ ഒരുപാട് പേർക്കുണ്ടായ തെറ്റിദ്ധാരണയല്ല, എല്ലാവർക്കും ധാരണയാണ് അതാണ് ഹസ്ബൻഡ്, അതല്ല ഹസ്ബൻഡ്. റിയലി അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ട്? എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്. ആളും ഇൻഫ്ലുവൻസർ തന്നെയാണോ? അല്ല, നോർമൽ സാധാരണക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്. പുള്ളിക്കാരൻ എറണാകുളത്ത് തന്നെയാണ്, പെരുമ്പാവൂര്, അഖിൽ എന്നാണ് പേര്. കല്യാണം കഴിക്കാനായിട്ട് 2 കൊല്ലം കഴിഞ്ഞ് കല്യാണം. നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി ഒന്ന് പറയാമോ? ഞങ്ങൾ നോർമലി ഇൻസ്റ്റ വഴി ഇത് എനിക്ക് ബ്ലോഗൊക്കെ കണ്ട്, ഈ വീഡിയോ ഇല്ലേ, വെഡ്ഡിങ് വീഡിയോ കണ്ടിട്ടാണ് പുള്ളിക്കാരെ ആദ്യമേ ചാറ്റ് ചെയ്ത് തുടങ്ങിയത്. ചാറ്റ് ചെയ്ത് കുറേ നാൾ ഞങ്ങൾ നല്ല ബിഗ് ഫ്രണ്ടായിരുന്നു, നല്ല ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കാണ് പ്രണയം തോന്നിയത്. ഫസ്റ്റ് പ്രണയം തോന്നി പുള്ളിക്കാരനോട് പറഞ്ഞു. പുള്ളിക്കാരൻ ആദ്യമേ ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരനും ഓക്കെ ആയി. അങ്ങനെ ഇപ്പം പരസ്പരം പിന്നെ കണ്ടു, സംസാരിച്ചു. കാണാതെയുള്ള ചാറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ. നേരിട്ട് കണ്ടു, സംസാരിച്ചു, അങ്ങനെ സെറ്റായി. ഏകദേശം എത്ര വർഷമായി? ഇപ്പോൾ ഏകദേശം പറഞ്ഞ ഒരു 2.5 കൊല്ലമായി. 2.5 കൊല്ലമായി. ഞാൻ വീട്ടിലൊക്കെ അറിയാം, എൻ്റെ വീട്ടിലൊക്കെ അറിയാം, വീട്ടിൽ വന്നിട്ടുണ്ട്. തുടക്കത്തിലേ പറഞ്ഞായിരുന്നു? അപ്പോൾ വീട്ടിൽ ഇല്ല, തുടക്കത്തിലല്ല, ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ട്, അമ്മ. സ്വന്തമായിട്ട് പറയുമായിരുന്നോ? ഞാൻ ഇനി. അപ്പോൾ വീട്ടുകാരെ എങ്ങനെയായിരുന്നു? അവർ ദേഷ്യപ്പെട്ടോ? ഇല്ല, ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനൊന്നും പറ്റുന്നില്ല, ഓക്കെ ആയിരുന്നു. ഉറപ്പിച്ചു വീട്ടിലൊക്കെ വന്ന് സംസാരിച്ചു? ഇപ്പോൾ ഇനി അല്ലാതെ ഒഫീഷ്യലായിട്ട് പുള്ളിക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ചോദിക്കാം. പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കോൾ ചെയ്യുന്ന ആരായിരിക്കും? എൻ്റെ പാർട്ട്ണറിനെ ആയിരിക്കും ഞാൻ ആദ്യമേ വിളിച്ച്. ആൾ ഓടി വരും. പിന്നെന്ന് വിചാരിച്ചാൽ എൻ്റെ സഹോദരങ്ങളായ ഗോപികയായാലും സനിക, ഇവളുമാരെ ആയിരിക്കും എനിക്ക് എത്ര അത്യാവശ്യം എന്നാലും. ഗോപിക, എൻ്റെ സഹോദരങ്ങളായിരിക്കും എപ്പോഴും ഞാൻ വിളിക്കുന്നത്. സിയോണ, ഇവളുമാരെ ആയിരിക്കും എന്തോ ആവശ്യം എന്നാലും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നത്. ഇവരൊക്കെ തന്നെയായിരിക്കും ഞാൻ ആദ്യമേ വിളിക്കുന്നത്. ലൈഫിൽ എപ്പോഴും മറക്കാൻ പറ്റാത്ത ആ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ നോർമലി ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കരമായിരുന്നു. അതിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങൾ ഞാൻ ആദ്യമേ അത് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടും അവരിപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതെനിക്ക് വലിയ ഒരു ഇതൊക്കെ തന്നെയാണ്, അവർ ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്താണ് ലൈഫിൽ? അതെന്ന് വിചാരിച്ചാൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് വിളിക്കാത്തത് എന്ന് വിചാരിച്ചാൽ ഞാനും ചേട്ടനും അങ്ങനെ ആയിരുന്നു, ഒരു മനസ്സ് എന്നൊക്കെ പറയില്ല, അതേപോലെ. അപ്പോൾ അവൻ്റെ കല്യാണം കൂടാൻ പറ്റാത്തതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സങ്കടം. അതാണ്. പിന്നെ അതാണ് എൻ്റെ ഫാമിലി. ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല, വേറൊരു കുഴപ്പമില്ല. അവൻ്റെ കല്യാണം കൂടാൻ പറ്റാത്തത് വല്ലാത്തൊരിതായിരുന്നു. പിന്നെ
എനിക്ക് പറയാം, എൻ്റെ അമ്മ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്വന്തം അമ്മ മരിച്ചു പോയത് അതെൻ്റെ 1.5 വയസ്സ്. ഞാൻ ഫാമിലി എന്ന് പറയുന്നില്ല, അത് അമ്മയുടെ ചേട്ടത്തിയാണ്. എൻ്റെ 1.5 വയസ്സിൽ കൊണ്ടുവന്ന് വളർത്തിയതാണ്. വലിയച്ഛനും വലിയമ്മച്ചാണ്, പക്ഷേ ഞാൻ അച്ഛനമ്മയെന്ന് വിളിക്കുന്നത് അവരെയാണ്. അച്ഛനമ്മ, ചേച്ചിമാർ, ചേട്ടൻ. എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചുപോയി. എൻ്റെ 1.5 വയസ്സിലായിരുന്നു അമ്മയുടെ മരണം. ഞാൻ കണ്ടിട്ടില്ല. അതെൻ്റെ ഭയങ്കര ഇതുവരെയായിട്ട് അമ്മയുടെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ. ഓർമ്മ ഫോട്ടോയുണ്ട്, എന്നാലും എനിക്ക് കാണാൻ പറ്റില്ല. ഉണ്ണിമായ എന്നുള്ളൊരു പേര് ആരാണ്? ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ലേ, കമന്റ്സിലൊക്കെ രാജേഷ് രാജേഷ് എന്നൊക്കെ പറയുമല്ലോ, ആരാണ് രാജേഷ്? അതെന്റെ മുമ്പത്തെ ഒറിജിനൽ പേര്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഇട്ട പേരാണ് രാജേഷ്. അപ്പൊ കൂടുതൽ നെഗറ്റീവ് പറയുന്നത് അറിയാവുന്നവര് അറിയാവുന്നവരായിരിക്കും. അത് കൂടുതലും മലയാളികൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തന്നെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക. അതെ എന്ന് വിചാരിച്ച് ഈ വട്ടം തന്നെ കൊറ്റംകുളങ്ങര പോയപ്പോൾ എന്നെ അറിയാവുന്ന എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ്, അവർ തന്നെയാണ് എന്നെ ആ പേരിട്ട് വിളിച്ച് അവിടെ ഇതാക്കിയത്. ബാക്കി മിക്കവരും എന്നെ ഉണ്ണിമായി തന്നെയാണ്. അതാ പറഞ്ഞു, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തന്നെ ആയിരിക്കും നമ്മുടെ ശത്രു. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ഒറ്റ വാക്കിൽ. പ്രത്യേകിച്ച് ഒന്നുമില്ല, അവർ പറയട്ടെ, അത്രേ ഉള്ളൂ. എനിക്ക് ആ ഒരു ഇതേ ഉള്ളൂ. അവർ പറയട്ടെ, അവർക്ക് അതായിരിക്കും രസം, പറയുന്നവർ പറയട്ടെ. സെലിബ്രിറ്റി ക്രഷ് ആരാണ്? ഉണ്ണിമായുടെ ലിസ്റ്റിലെ സെലിബ്രിറ്റി ക്രഷ് ആരാണ്? ടോവിനോ. കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഏത് കഥാപാത്രമായിരിക്കും ടോവിനോന്റെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കാമുകിയായിട്ട് ചെയ്യാനാണ് റൊമാൻറ്റിക്. അതാണ് റൊമാൻറ്റിക് ആണ് ഇഷ്ടം. ടോവിനോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നസെന്റ് സിനിമ ചെയ്തപ്പോൾ ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അവിടെയുള്ള ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ സപ്പോർട്ട്. നമ്മളെ വേറെ ഒന്നും രീതിയിൽ ഒന്ന് മാറ്റി നിർത്തുകയോ അവരുടെ കൂടെ തന്നെ നമ്മളെ ഇരിക്കുക, അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു. ആ സെറ്റിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി നമ്മുടെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ്. ഓക്കെ.